കഴിഞ്ഞ 10 വർഷം കൊണ്ട് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ അനുപാതം 27.1% നിന്ന് വെറും 5.3% കുറഞ്ഞുവെന്ന് ലോകബാങ്ക് പുറത്തിറക്കിയ പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ ആഗോള ദാരിദ്ര്യ വിലയിരുത്തൽ കാണിക്കുന്നത് 2011-12 2022-23 ഇടയിൽ ഇന്ത്യയിൽ 27 കോടി ആളുകൾ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ്. ഇതൊരു പ്രധാന സാമൂഹ്യവും സാമ്പത്തികവുമായ പരിവർത്തനത്തിന് അടിവരയിടുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം 2011-12 34 കോടിയിൽ നിന്ന് 2022-23 ആവുമ്പോഴേക്കും 7 കോടിയായി കുറഞ്ഞു. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ മോദി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണം, തൊഴിൽ, ആരോഗ്യം, ശുചിത്വം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ഗ്രാമവികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തേത് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വീട് എന്നുള്ളതാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ നഗര ഗ്രാമീണ ദരിദ്രരാണ്. ഇതിന്റെ ഫലം ഭവന വായ്പകളുടെ സബ്സിഡികൾ വഴിയും നേരിട്ടുള്ള നിർമ്മാണ പിന്തുണയിലൂടെയും താങ്ങാവുന്ന വിലയിൽ ഭവനം നൽകുന്നു എന്നുള്ളതാണ്. അടുത്തതായി പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഉൾപ്പെടുത്തലാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ ബാങ്കിങ് സൗകര്യമില്ലാത്ത ദാരിദ്ര്യ പൗരന്മാരാണ്. ഇതിന്റെ ഫലം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, സമ്പാദ്യം, ക്രെഡിറ്റ് ആക്സസ് എന്നിവ സാധ്യമാക്കുന്ന 50 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു എന്നുള്ളതാണ്. അടുത്തായി മുദ്ര യോജന, അതായത് മൈക്രോ യൂണിറ്റ് വികസനവും റീഫിനാൻസിങ് ഏജൻസി. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചെറുകിട സംരംഭകർക്ക് മൈക്രോ ഫിനാൻസ് നൽകുക എന്നുള്ളതാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ ചെറുകിട സൂക്ഷ്മ ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധ നഗരങ്ങളിലും. ഇതിന്റെ ഫലമാകട്ടെ സ്വയം തൊഴിലും തൊഴിൽ സൃഷ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈടില്ലാതെ 10 ലക്ഷം രൂപ വരെ നൽകുന്ന വായ്പകളാണ്. അടുത്തതായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ 80 കോടി ദരിദ്ര ഗുണഭോക്താക്കളാണ്. ഇതിന്റെ ഫലമോ പട്ടിണിയും ദാരിദ്ര്യവും ലഘൂകരിക്കുന്നതിന് സൗജന്യ ഭക്ഷ്യദാന വിതരണമാണ്. അടുത്തതായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാർവത്രിക ആരോഗ്യ പരിരക്ഷയാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങളാണ്. ഇതിന്റെ ഫലം ദ്വിതീയ തൃതീയ പരിചരണത്തിനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. അടുത്തതായി സ്വച്ഛ് ഭാരത് ദൗത്യം. ഇതിന്റെ ലക്ഷ്യം ശുചിത്വമാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഴുവൻ ജനസംഖ്യയും. ഇതിന്റെ ഫലം 10 കോടിയിലധികം ശൗചാലയങ്ങളുടെ നിർമ്മാണം. മോശം ആരോഗ്യത്തിനും ദാരിദ്ര്യത്തിനും കാരണമാകുന്ന തുറസായ സ്ഥലത്തെ മലമൂത്ര വിസർജനം ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്തതായി ഉജ്ജ്വല യോജന. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ ദരിദ്ര സ്ത്രീകൾക്ക് ശുദ്ധമായ പാചകയന്ത്രം, അതായത് LPG നൽകുക എന്നുള്ളതാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ BPL കുടുംബങ്ങളാണ്. ഇതിന്റെ ഫലം 9 കോടിയിലധികം LPG കണക്ഷനുകൾ വിതരണം ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വീട്ടുജോലി കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി സ്കിൽ ഇന്ത്യ മിഷൻ, അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇതിന്റെ ലക്ഷ്യമാകട്ടെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നൈപുണ്യ വികസനം. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പോ യുവാക്കളും പിന്നോക്ക വിഭാഗങ്ങളും. ഇതിന്റെ ഫലമോ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തൊഴിൽ പരിശീലനവും സർട്ടിഫിക്കേഷനുകളും. അടുത്തതായി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇത് ലക്ഷ്യം വെക്കുന്നത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയും ദരിദ്ര സ്ത്രീകളെ സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക്, അതായത് SHGകളിലേക്ക് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഗ്രാമീണ കുടുംബങ്ങളുടെ വരുമാനം ഉണ്ടാക്കൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു. അടുത്തതായി ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സബ്സിഡികളുടെ പോർട്ടബിലിറ്റിയാണ്. ഇത് ലക്ഷ്യം വെക്കുന്ന ഗ്രൂപ്പ് ആകട്ടെ കുടിയേറ്റ തൊഴിലാളികളും ദരിദ്ര കുടുംബങ്ങളുമാണ്. ഇതിന്റെ ഫലം ഇന്ത്യയിൽ എവിടെ നിന്നും ഗുണഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് മുൻ സർക്കാരുകൾക്ക് വെറും മുദ്രാവാക്യം മാത്രമായിരുന്നു. പക്ഷേ BJP സർക്കാർ അതിനുവേണ്ടി കർമ്മ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നു. വെറും ദാരിദ്ര്യം അകറ്റുക എന്നതല്ല BJP സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2047 ഭാരതത്തിൽ ഒരു വികസിത രാജ്യമാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള അവസരങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും വരുമാനവും സൃഷ്ടിക്കുക എന്നതാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളിൽ ആഗോള ഓഹരി വരുമാനം ഇപ്പോൾ $50,000 വരും. എന്നാൽ ഭാരതത്തിൽ അത് വെറും $3,000 മാത്രമാണ്. ഭാരതത്തിൽ ആഗോള ഓഹരി വരുമാനം $10,000 എങ്കിലും എത്തിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. BJP അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം സാധ്യമാകും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.